Administration. നമുക്ക് second degree equation start ചെയ്യാം. The square of a term in the arithmetic sequence 2, 5, 8, etc. ഇതിലെ ഒരു ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? സ്ക്വയർ ഓഫ് എ ടേം സ്ക്വയർ, ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ. നമുക്കറിയാം ആൾജിബ്രൈക് ഫോം dn plus f minus d. 5 minus 2, 3. 2 minus 3, 3n minus 1. ഇതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് അല്ലേ. 3n minus 1 ദ ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിൽ എന്തെടുക്കണം? ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. റൂട്ട് ഓഫ് 2500. നമുക്ക് നമ്പർ ഓഫ് ടേംസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പ്ലസ് ഓർ മൈനസിൻ്റെ ആവശ്യമില്ല. ഇവിടെ 50. 3n ഈസ് ഈക്വൽ ടു -1 റൈറ്റ് സൈഡ് പോകുമ്പോൾ 50 + 1. സോ n ഈസ് ഈക്വൽ ടു 51 ഡിവൈഡഡ് ബൈ 17th ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. How many terms? How many terms of the arithmetic sequence? 5, 7, 9, etc. must be added to get 140. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് സം 140 കിട്ടുന്നത്? ആദ്യം നമുക്ക് ആൾജിബ്രൈക് ഫോം നോക്കാം. dn plus f minus d. 7 minus 5, f minus d. 5 minus 2, 2n plus 3. സമ്മിൻ്റെ ഫോർമുല എന്താ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. ദറ്റ് ഈസ് ഈക്വൽ ടു 140. 5 + 3, 8. 2n plus 8, 140. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n/2 ഇൻറ്റു 2n. 2 ക്യാൻസൽ, n സ്ക്വയർ. n/2 ഇൻറ്റു 8, 4n. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഈ വർഷം ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി ഫോർമുല നിങ്ങൾക്കില്ല. അപ്പം നമുക്കിതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ n സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, അല്ലെങ്കിൽ നമ്മൾ 1 ആക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 1 ആണ്. n-ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ എത്രയാണ്? 4. 4ൻ്റെ ഹാഫ് എടുക്കുക. 2. 4ൻ്റെ ഹാഫ് 2. 2 സ്ക്വയർ ചെയ്യുക. ഇവിടെ എന്താണോ നമ്പർ വരുന്നതിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുത്ത് കിട്ടുന്ന നമ്പറിൻ്റെ സ്ക്വയർ. രണ്ടും 4 ആൻഡ് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ 6ൻ്റെ ഹാഫ് 3. 3യുടെ സ്ക്വയർ എന്താ? 9. അതാണ് നമ്മളിവിടെ എഴുതുന്നത്. 4ൻ്റെ ഹാഫ് 2 സ്ക്വയർ. അത് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. n സ്ക്വയർ എൻ്റെ റൂട്ട് എന്താ? n. നമ്മളിവിടെ ഇതിൻ്റെ ഹാഫ് എത്രയാണോ കിട്ടിയത് അതിവിടെ എഴുതുക. ഇവിടെ കോഎഫിഷ്യൻ്റ് എന്താണ്? പ്ലസ് ആണ് സൈൻ. പ്ലസ് എഴുതുക. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ മൈനസ്. ഹോൾ സ്ക്വയർ 144. n + 2 റൂട്ട് 144. ഇവിടെ നമ്പർ ഓഫ് ടേംസ് തന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് 12 മതി. 12 - 2. Question number 3. An isosceles triangle. Isosceles triangle എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. 2 sides are equal. These 2 sides are equal. The height should be
2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്. നോക്കിയത് ഈക്വൽ അല്ലാത്ത സൈഡാണ് ബേസ്. ഇത് രണ്ടും ഈക്വൽ. ലെറ്റ് ബേസ് ബി എക്സ്. എക്സ് എന്നെടുക്കാം. ഹൈറ്റ് ഷുഡ് ബി 2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കും. ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 12 സ്ക്വയർ മീറ്റർ. ഏരിയ 12. നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ജനറൽ ഫോർമുല ഇന്ന് ഹാഫ് ബി എച്ച് അല്ലേ. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. നമുക്ക് ഈ 2 നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2, 2x is equal to 24. നമുക്ക് ഇവിടെ 2, 2ൻ്റെ ഹാഫ് 1, 1ൻ്റെ സ്ക്വയർ എന്താ 1. എക്സ് സ്ക്വയർ മൈനസ് 2x 1. ഹാഫ് എടുക്കുക 1, 1ൻ്റെ സ്ക്വയർ 1. ഇത് ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ എക്സ് എഴുതുക. നമുക്കിതിൻ്റെ ഹാഫ് എത്ര കിട്ടിയത് ഇവിടെ എഴുതുക. ഇവിടെ എന്താണ് സൈൻ? നെഗറ്റീവ്. നമ്മളിവിടെ മൈനസ് കൊടുക്കുക. 25. എക്സ് മൈനസ് 1 is equal to root of 25, 5. 5 minus 1 right side പോകുമ്പോൾ 5 plus 1, 6. What should be the length of the lengthened sides? Six minus 2. നമുക്ക് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ബേസ് എത്ര കിട്ടി? 6 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ. സോറി 6 മീറ്റർ. ഹൈറ്റ് 4. നമുക്ക് ഈക്വൽ സൈഡ് കാണണമെങ്കിൽ ഇവിടെ ഐസോസ്ലസ് ട്രയാങ്കിളിൽ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ബേസിനെ എപ്പോഴും ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫായിട്ട് മാറും. ഈ രണ്ട് സൈഡ് ഈക്വലാണ്. ഇപ്പം നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആയിട്ട് വരും. ഇവിടെ 3, 3. ഇനി നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ സൈഡ് കാണാൻ എന്ത് ചെയ്യാം? അതർ സൈഡ് ഈക്വൽ സൈഡ് കാണാൻ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 16 പ്ലസ് 9 25, 25ൻ്റെ റൂട്ട് 5. 16 പ്ലസ് 9 25, റൂട്ട് ഓഫ് 25 5. ഇവിടെ എത്ര വരും? 5 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ. Therefore, sides are 5 meter, 5 meter, base 6 meter. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. How many consecutive natural numbers that one should be added to get 465? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1ൽ നിന്നും എത്ര നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 465 കിട്ടുന്നത്. 1 + 2 + 3 + എക്സെട്ര n. 465. Sum of first n natural number n into n plus 1 by 2. 2 cross multiply n square ഇവിടെ എന്നിൻ്റെ കോഎഫിഷ്യൻ എത്ര? 1. 1ൻ്റെ ഹാഫ് 1 by 2 square, that is 1 by 4. n നമ്മൾ ഇതിൻ്റെ ഹാഫ് എത്ര കിട്ടിയോ അതിവിടെ എഴുതുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. n plus 1 by 2 root of 3721 by 4. So n plus 1 by 2 is equal to 3721, 61. 4ൻ്റെ റൂട്ട് 2.
1/2 റൈറ്റ് സൈഡ് പോകുമ്പോൾ 61/2 മൈനസ് 1/2. 60 ഡിവൈഡഡ് ബൈ സെയിം ഡിനോമിനേറ്റർ ടു 60. 60 ഡിവൈഡഡ് ബൈ 2. എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ. ഓക്കെ, താങ്ക് യു.